വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ സരസ്വതി അമ്മ തലയിലായി, രഞ്ജിതയാണെങ്കിൽ ആപ്പിലുമായി നിൽക്കുകയാണ്. ആ സമയത്താണ് പങ്കജിനോടൊപ്പം നമ്മുടെ സുമിത്ര ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. സുമിത്രയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബാഗൊക്കെ കണ്ടപ്പം രഞ്ജിതയ്ക്ക് കാര്യം പിടികിട്ടി. മറ്റൊന്നുമല്ല, നമ്മുടെ സുമിത്ര അവിടെ തന്നെ സ്ഥിര താമസമാക്കാനുള്ള ആ ഒരു പുറപ്പാടിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അതെ അരവിന്ദേട്ടാ, ഇനിയിപ്പം താമസിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, ബാ ഈ തള്ളയെ പിടിക്കെന്ന് പറയാണ്. അങ്ങനെ സരസ്വതി അമ്മയെ പിടിച്ച് പുറത്താക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ രഞ്ജിതയും അരവിന്ദനും കൂടി ചെയ്യാൻ പോകുന്ന ആ ഒരു സമയം തന്നെ സരസ്വതി അമ്മ പൊട്ടിത്തെറിക്കുകയാണ്. അതെ രഞ്ജിതേ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാകും? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഈ സരസ്വതിയുടെ ദേഹത്തൊന്ന് തൊട്ടു നോക്ക്, അപ്പൊ കാണിച്ചു തരാം ഞാൻ ആരാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇത് കേട്ടതും രഞ്ജിതയ്ക്ക് നല്ല കലി വരികയാണ് കേട്ടോ. രഞ്ജിത പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ സുഖവാസത്തിന് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ഇക്ഷ വരപ്പിക്കും. അപ്പൊ ഇതൊന്നും കേട്ടാലും നമ്മുടെ സരസ്വതി അമ്മ പതറുന്ന ആളല്ലല്ലോ. പുള്ളിക്കാരിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളും അതുപോലെ ധാരണയും ഒക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ വന്നാലും ഈ വീട്ടിൽ ഒരട്ടയെ പോലെ പിടിച്ചു നിന്നിരിക്കും എന്നുള്ള കാര്യമൊക്കെ സരസ്വതി ഇങ്ങനെ മനസ്സിൽ കരുതിയാണ് ഇതുപോലെ ഒരു ട്രാപ്പ് അരവിന്ദനിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അരവിന്ദൻ ഒരു മണ്ടനായതുകൊണ്ടും സരസ്വതി അമ്മ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കൊണ്ടുമാണ് ഇന്നിപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു ലക്ഷറി ലൈഫിലേക്ക് വന്ന് താമസിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സരസ്വതി അമ്മ ഇതൊന്നും പറഞ്ഞിട്ടും നമ്മുടെ രഞ്ജിത അടങ്ങുന്നില്ല. പുള്ളിക്കാരിയെ പിടിച്ച് പുറത്താക്കിയിട്ടേ ബാക്കി കാര്യമുള്ളതും പറഞ്ഞ് അമ്മയെ വീണ്ടും പിടിക്കാൻ ചെല്ലുമ്പോഴാണ് സുമിത്രേ, മോളെ നീ ഒരു കാര്യം ചെയ്, ആ ഒരു പോലീസിനെ ഇങ്ങ് വിളിച്ചേ. ഇവളെന്നെ എവിടെയാണ് കൊണ്ടുപോയി കളയുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുമല്ല, എനിക്ക് വേറെയും ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. ആ അന്വേഷണം നടക്കണമെങ്കിൽ പോലീസുകാർ തന്നെ വേണമെന്നും പറഞ്ഞ് രഞ്ജിതയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ സുമിത്ര, അതിനെന്താ അമ്മേ, പോലീസുകാരെതാ ഇപ്പൊ വിളിക്കാമല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ രഞ്ജിതയാണെങ്കിൽ നാശം പിടിക്കാനായിട്ടൊന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പൊ രഞ്ജിതയുടെ കലിയിലാണ് രഞ്ജിത അങ്ങ് ഇറങ്ങിപ്പോയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരവിന്ദൻ വാല് പോലെ പിന്നാലെ പോയി. അപ്പൊ പുള്ളിക്കാരനെ ഒപ്പിച്ചു വെച്ച പണിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പങ്കജ് കുമാരൻ വളരെ സങ്കടത്തില് കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ നിന്റെ മുഖത്തൊരു നിരാശ? അതൊന്നും ഇല്ല അച്ഛമ്മേ, പൂജ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ പൂജ ഇങ്ങോട്ട് വന്നില്ല. അതാണോ? അല്ല മോളെ, പൂജ എവിടെ പോയതാണ്? നിന്നോടൊപ്പം എന്താണ് പൂജ വരാതിരുന്നതെന്ന് സുമിത്രയോട് സരസ്വതി അമ്മ ചോദിക്കുമ്പോൾ സുമിത്ര പറയാണ്, അമ്മ അവളെ എന്നോടൊപ്പം ഇവിടെ കൊണ്ടുവന്ന് നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ അപ്പു വന്നത്. അപ്പു വന്ന പാടെ തന്നെ ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്തും ഒക്കെ ചിത്രയ്ക്കും ദീപുവേട്ടൻ്റെയും കൂടെയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ദീപുവിനും ചിത്രയ്ക്കും ഒപ്പമൊക്കെ നല്ല സുഖമായിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ അവൾ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം അപ്പുവിനോടൊപ്പം തന്നെ അവളെ പറഞ്ഞയച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ പങ്കജാണ് ചങ്ക് തകർന്ന് നിൽക്കുന്ന പങ്കജിനെ സരസ്വതി അമ്മ ഒന്ന് നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. അതെന്തായാലും നന്നായി മോളെ, അവൾ അവിടെ തന്നെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പങ്കജൊന്ന് രൂക്ഷമായിട്ട് അച്ചമ്മയെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുമിത്ര ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവൾ ആ ഒരു ബാഗും സംഭവങ്ങളും എല്ലാം അവിടെ ആ ഒരു ഷെൽഫിൽ വെക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധനെയും അനന്യയും ഒക്കെയാണ്. കുഞ്ഞ് സ്വരമോൾക്ക് വയ്യാതായതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് അവരെയും നമ്മുടെ കുഞ്ഞിനെയും കൂട്ടി അവളിങ്ങ് വരികയാണ്. അപ്പം വന്ന പാടെ തന്നെ പ്രേമ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പ്രേമ ചോദിക്കുകയാണ്, അല്ല മോളെ, ഈ കൊച്ചിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദക്ക് ആഹാരവും കഴിച്ച് മര്യാദ രീതിക്ക് നടന്നിരുന്ന കൊച്ചാണ്. വേണ്ടാതീനും ഒക്കെ ആരോ പറഞ്ഞു കൊടുത്തു. വ്രതം എടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒന്നിക്കും പോലും. അത് ഈ ജന്മം നടക്കണ കാര്യമല്ല എന്നും പറഞ്ഞ് പ്രേമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അനന്യക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ കുഞ്ഞും ഞങ്ങളും ഇപ്പൊ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, അമ്മ ഇപ്പൊ തന്നെ തുടങ്ങുകയാണെന്നും ചോദിച്ച് അനന്യ പ്രേമയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ പ്രേമ പറയുന്നുണ്ട്, നിന്നോടല്ലേലും ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പ്രേമ നീ ഒന്ന് അടങ്ങ്, അവർ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അപ്പൊ അനിരുദ്ധിന് ഇതൊന്നും ഇഷ്ടപ്പെടാതെ പുള്ളിക്കാരൻ ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് മേളിലേക്ക് കയറി പോവാണ്. മോളെ കൊണ്ട് കിടത്തുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പ്രേമയാണെങ്കിൽ ഓരോ കാര്യങ്ങളും
അത് എണ്ണി എണ്ണി അനന്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അതെ, നിനക്കൊരു കുഞ്ഞുണ്ടായി, ആ ഒരു കുഞ്ഞുണ്ടായി, അത് നഷ്ടപ്പെടാനുള്ള ആരാണ് അതിന്റെ കാരണക്കാരൻ? അവനെയാണ് നീ ഇന്ന് ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പം അനന്യക്ക് ദേഷ്യം വരികയാണ്. അനന്യ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഞാൻ ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള പൂർണ്ണ ഉത്തരവാദി അത് ഞാൻ തന്നെയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞതാണ് എനിക്ക് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വേണമെന്നുള്ളത്. പക്ഷെ അതൊന്നും ഞാൻ വലിയ വക വെക്കാതെ എൻ്റെ രീതിയിൽ ജോലിക്കും ഒക്കെ പോയി നടന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അല്ലാതെ അതിൽ അനിരുദ്ധം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പ്രേമയുടെ അടുത്ത് പറയുമ്പം പ്രേമ ഇങ്ങനെ ഇത് ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ അനന്യ പറയും, അമ്മ മനസ്സിൽ കരുതിയിരിക്കുന്ന ആഗ്രഹം എന്തൊക്കെ വന്നാലും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അനന്യ ഇങ്ങനെ സംസാരിച്ച് അവിടെ നിന്ന് കയറി പോകാൻ തുടങ്ങുമ്പം ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ അനിരുദ്ധ അവിടെ നിൽക്കുന്നത്. അപ്പോഴും പ്രേമ പറയുന്നുണ്ട്, ആ ഒരു കൊച്ചിനെ അതിന്റെ അച്ഛന് കൊടുത്തിട്ട് നീ വേറൊരു ജീവിതത്തിലേക്ക് പോകണം, ഇവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള കാര്യമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും അനന്യ ഇനി എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുക. ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് പൂജയെയും അപ്പുവിനെയുമാണ്. അപ്പൊ രണ്ടാളും കൂടെ ബൈക്കിൽ ഇങ്ങനെ വരുന്ന ആ ഒരു സമയം, അല്ലടി പൂജ, നീ പറഞ്ഞല്ലോ പങ്കജ് വന്നായിരുന്നു നിന്നെ വിളിക്കാനെന്നുള്ള കാര്യമൊക്കെ. പക്ഷെ പങ്കജിന്റെ ആ ഒരു പ്ലാൻ അത് നമ്മുടെ അപ്പച്ചി മുന്നിൽ നിന്ന് തന്നെ പൊളിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും അപ്പച്ചി നമുക്ക് സൈഡാണ് എന്നുള്ള കാര്യമൊക്കെ അപ്പു ഇങ്ങനെ പറയുകയാണ്. അതെ അതെ, അത് ശരി തന്നെയാണ്. പങ്കജിനാണെങ്കിൽ ഒരേ നിർബന്ധം, ഞാൻ പങ്കജിന്റെ വീട്ടിൽ നിൽക്കണമെന്നുള്ള കാര്യം. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ എതിരഭിപ്രായമാണ്. പങ്കജിന് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത്രയും കാലം സേഫായിട്ട് നിന്നത് അപ്പൂട്ടൻ്റെ വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അമ്മ എന്നെ അപ്പൂട്ടൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ അപ്പച്ചിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് ഈ അപ്പു നിന്നെ പൊന്നു പോലെ നോക്കുമെന്നുള്ള കാര്യത്തില്. ശരിയാ ശരിയാ. എന്തായാലും മോൻ അധികം കഥ പറയാതെ വണ്ടി വിടുന്നും പറഞ്ഞ് രണ്ടാളും കൂടെ ആ ഒരു ബൈക്കിന് വന്ന് ഇറങ്ങുന്നത് ദീപുവിന്റെയും ചിത്രയുടെയും വീട്ടുമുറ്റത്താണ്. അപ്പം ആ സമയമാണെങ്കിൽ ഇതാ നമ്മുടെ ദീപു പത്രമൊക്കെ വായിച്ച് വലിയ കാര്യത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിത്രയാണെങ്കിൽ ഇതാ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ദീപുവിന്റെ അരികിലേക്ക് വരുമ്പോഴാണ് പൂജയും അതുപോലെ തന്നെ നമ്മുടെ അപ്പുവും പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്ന കാഴ്ച കാണുന്നത്. അപ്പൊ ഇവളുടെ കയ്യിൽ ഈ ഒരു ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ ചിത്രയ്ക്കാണെങ്കിൽ ടെൻഷനായി. ദീപോട്ട് അതെ ഇതെന്താണ്, പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഇനി ഇവര് രജിസ്റ്റർ മാരേജ് എങ്ങാനും ചെയ്തോന്ന് ചോദിക്കുകയാണ്. എന്തായാലും അവരിങ്ങ് വരട്ടെ, എന്താ കാര്യം എന്നുള്ളത് ചോദിക്കാന്ന് പറയുമ്പം, അല്ല പൂജ മോളെന്താ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അപ്പം അപ്പു പറയുന്നുണ്ട്, അതെ അച്ഛാ, പിന്നെ പൂജ കുറച്ച് ദിവസം ഇനി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും. സുമിത്രാന്റെ വീട്ടിലില്ല. ചേച്ചി വീട്ടിലില്ലെന്നോ? ചേച്ചി എവിടെ പോയി? അതോ, ചേച്ചി ഇതാ സരസ്വതി അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിന് കാരണക്കാരായിട്ടുള്ളത് രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും ഒക്കെയാണ്. അതുകൊണ്ട് സുമിത്ര അമ്മ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. സരസ്വതി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അച്ചമ്മയ്ക്കാണെങ്കിൽ ഒരേ വാശിയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നതെന്ന് ഓർത്തിട്ട് അമ്മ വിഷമിച്ച് നിന്ന ആ ഒരു സമയത്താണ് അപ്പൂട്ടൻ അങ്ങ് വന്നത്. അപ്പൂട്ടനോടൊപ്പം വിടാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നതാണ് എന്നുള്ള കാര്യം പൂജ പറയാണ്. അതിനെന്നാ മോളെ, ഇത്രയും കാലം എൻ്റെ മോള് ഈ ചിത്ര അമ്മയുടെ കൂടെ തന്നെയല്ലേ നിന്നതെന്നും പറഞ്ഞ് ചിത്ര വലിയ കാര്യത്തിന് നമ്മുടെ ആ ഒരു പൂജയുടെ അടുത്ത് നിന്നും പെട്ടിയൊക്കെ വാങ്ങി അവൾ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ദൈവമേ, ചേച്ചിയാണെങ്കിൽ ഇതാ രഞ്ജിതയുടെ വീട്ടിലെത്തിയിരിക്കണം. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും? താൻ പ്രശ്നത്തിലാകുമല്ലോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുകയാണ് ദീപു ഉടനെ തന്നെ നമ്മുടെ രഞ്ജിതയെ വിളിക്കുകയാണ്. അപ്പൊ രഞ്ജിതയെ വിളിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. ദീപുവും അതുപോലെ തന്നെ രഞ്ജിതയും തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് ഏകദേശമൊക്കെ ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെ രഞ്ജിതയ്ക്ക് വരുന്ന ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ സുമിത്ര വാച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ വക്കീലിനെ വരെ ഇവള് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് ഇവരെല്ലാവരും ഇവള് മാറ്റിയിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തണമല്ലോ. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് രഞ്ജിതയെ അവിടെ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിൽ അവിടെ പറ്റിപ്പോയി ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ദീപുവിന്റെ ആ ഒരു കോള് വരുന്നത്. ദീപു വിളിച്ചതും, അതെ രഞ്ജിത, ഞാനാണ്, ദീപു ആണ്. എന്താ ദീപു, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചതും ദീപുവും രഞ്ജിതയും തമ്മിലാണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ സുമിത്ര മനസ്സിലാക്കുകയാണ്. അങ്ങനെതാ ദീപു പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെ അവിടെ എത്തി? ഒന്നും പറയണ്ട ദീപു, ദാ ആ ഒരു സരസ്വതി അമ്മ ഒപ്പിച്ച പണിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ആ ശല്യവും ആ മാരണവും ഒക്കെ ഇനി എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എങ്ങനെയും ഇതിനെയൊക്കെ അടിച്ച്
ഇറക്കി വിടണം എന്നുള്ള കാര്യമൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ദീപു ഇങ്ങനെ ഒരു ചതിയനാണ് എന്നുള്ള സത്യമൊക്കെ നമ്മുടെ സുമിത്ര അങ്ങ് തിരിച്ചറിയാണ്. സുമിത്രയ്ക്ക് വളരെ വിഷമമായി കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളും ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കള്ളക്കളികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് താൻ ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് സുമിത്ര നിൽക്കുമ്പോൾ കാണിക്കുന്നത് പ്രേമയാണെങ്കിൽ ഇതാ പറയാവുന്നതിന്റെ മാക്സിമം ഒക്കെ പറഞ്ഞു. പ്രേമയുടെ ചീത്തയൊക്കെ കേട്ട് അനന്യ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അനന്യ നീ ഇങ്ങനെ എനിക്ക് വേണ്ടി ചീത്ത കേൾക്കുന്നത്? എന്റെ അനി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി ഇനി നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കും. എന്തായാലും ഇനി ഈ കുഞ്ഞിനെ നമ്മളിൽ നിന്നും പ്രതീക്ഷ എന്തായാലും തട്ടിപ്പറിക്കാൻ വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇവൾ നമ്മുടെ സ്വന്തം മോളാണ്. നമുക്ക് പിറന്നില്ലെങ്കിലും നമ്മളുടെ കുഞ്ഞു തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരു ഹാപ്പി മോഡിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ രഞ്ജിത കോളൊക്കെ കട്ട് ചെയ്തു ഇതാ വരികയാണ്. സുമിത്രയാണെങ്കിൽ ആ സമയം സരസ്വതി അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറിയപ്പം ഇവള് വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ കിച്ചണൊക്കെ കൈയടക്കി വെച്ചിരിക്കുകയാണോ? ഇതെപ്പോ കയറി? അങ്ങനെ പറഞ്ഞതും സുമിത്രയാണെങ്കിൽ എന്താ രഞ്ജിത നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ്. അതെ നീ എന്തായാലും ഇപ്പൊ കിച്ചണിലൊക്കെ കയറിയല്ലോ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആ വേലക്കാരിയോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും എല്ലാവർക്കും വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ചെയ്തോളുമല്ലോ. അത് നമുക്ക് ആലോചിക്കാൻ രഞ്ജിത എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇതാ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സുമിത്രയുടെ ഉള്ളിലെ പ്ലാനും പദ്ധതികളും ഒക്കെ നമ്മുടെ രഞ്ജിത ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. രഞ്ജിതയെ പൂട്ടാനുള്ള വകുപ്പൊക്കെ സുമിത്രയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഈ രണ്ട് സെറ്റുകളും, അതായത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലും കള്ള അടവൊക്കെ എടുത്തിട്ടാണെങ്കിലും ഇവരുടെ ഈ ഒരു രഹസ്യങ്ങൾ ചൂടുന്നെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു പ്ലാൻ ഇട്ട് അവിടെ കിടക്കുന്നത്. കുറച്ച് സമയത്തേക്കാണെങ്കിലും സരസ്വതി ഒരു നന്മമരമാകുവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് എത്തുന്നത്. അപ്പൊ എല്ലാവരും കാണുക, മിസ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്